പത്രോസിനെ പല പ്രാവശ്യം കൊന്നുകളയാൻ ജയിലിലടച്ചു. നാളെ അവനെ കൊല്ലും, നാളെ ശിരച്ഛേദം ചെയ്യാൻ അവിടെ കൂടിയാലോചന നടത്തി. കാവൽക്കാരുടെ നടുവിൽ അവനെ കിളർത്തി 2 വിലങ്ങുകളാൽ ബന്ധിച്ചു വെച്ചു. എങ്കിലും അവിടെ ചാകേണ്ടവനല്ല, അവൻ ഇനിയും വേല ചെയ്യേണ്ടവനാണ്. ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു അവന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ ഇവരെക്കാളധികം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, അങ്ങ് അറിയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനെ കുറിച്ചൊരു പ്രവചനവാക്ക് യേശു പറഞ്ഞു. സ്തോത്രം. നീ വയസ്സായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതെ, അതിന്റെ അർത്ഥം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അവൻ വയസ്സായ ശേഷം ചാകും. അത് സ്തോത്രം, രക്തസാക്ഷി മരണം. ആമേൻ. അതുകൊണ്ട് അന്ന് രാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് പോർ വീരന്മാരുടെ നടുവിൽ അവനെ കിടത്തിയെങ്കിലും അന്ന് രാത്രി അവിടെ പട്ടുപോകേണ്ടവനല്ലാത്തത് കൊണ്ട്, പ്രവചനം നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം നിൽക്കുന്നത് കൊണ്ട് രാത്രിയിൽ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. അതിന്റെ അർത്ഥം എന്താണ് സഹോദരനെ? നീ ലൗകികനല്ല, നീ ദൈവത്തിന്റെ പൈതലാണ്. അതുകൊണ്ട് ലോകം നിന്നെ പകയ്ക്കും, ലോകം നിന്നെ ഉപദ്രവിക്കും, ലോകം നിന്നെ കൊല്ലുവാൻ ശ്രമിക്കും, ലോകം നിനക്ക് ചങ്ങല തരും, ലോകം നിന്നെ അപമാനിക്കാൻ നോക്കും, ലോകം നിനക്ക് അപകീർത്തി ഉണ്ടാക്കാൻ നോക്കും. എല്ലാം തീർന്നു എന്ന് നിന്നെ ഒതുക്കി വെക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, ഈ സഭയ്ക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷകർക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലേ നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, 2 ചങ്ങലയാൽ ബന്ധിച്ചാല്, എത്ര പോർസേവകരുടെ നടുവിൽ നിന്നെ കിടത്തിയാല്, 1-ാം കാവലും 2-ാം കാവലും ശരിക്കും അടച്ചാല്, എല്ലാ വാതിലുകളും അടഞ്ഞ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ഇവിടെ തീർന്നു എന്ന് ഏതോ ചില വ്യക്തികൾ ചിന്തിക്കുന്നുവെങ്കിൽ നിനക്കൊരു വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ, ദൂതൻ ഇറങ്ങും നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ചങ്ങല അഴിക്കുവാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ നാളെ പ്രസംഗിപ്പിക്കുവാൻ ദൈവം ഒരു ദൂതനെ അയക്കും.